ഹലോ, എല്ലാവർക്കും ഷൈമാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായി. നമുക്ക് ഇതുവരെയും ലോങ് വീഡിയോ ഇടാനുള്ള ഒരു ടൈം കിട്ടാത്തത് കൊണ്ടാണ് ഇത്ര നീണ്ടുപോയത്. അപ്പം നമുക്ക് ഫുള്ളായിട്ടുള്ള ഇതിൻ്റെ വീഡിയോ ഒന്ന് കാണാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഓളെന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു വീഡിയോ, ഒരു ചാനലും കൂടിയാണിത്. അപ്പം നിങ്ങൾക്ക് ഒരു നഷ്ടവും വരാത്തതാണ് ഒരു ലൈക്കും അതുപോലെ ഒരു സബ്സ്ക്രൈബും ഒക്കെ. അപ്പോൾ നിങ്ങളുടെ എല്ലാം പ്രോത്സാഹനം ഉണ്ടെങ്കിലേ എനിക്ക് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അറിയാം, ഞാനിതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോഴേ പറഞ്ഞ് ആവാരം പൂവിൻ്റെ ഷാമ്പുവും സോപ്പും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന്. സോപ്പിൻ്റെ ഫുൾ വീഡിയോയും ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സോപ്പിനെടുത്ത് അതേ ഐറ്റം തന്നെയാണ് നമ്മൾ ഷാമ്പുവിനും എടുത്തിരിക്കുന്നത്. കാരണം അത്ര തോനെ ക്വാണ്ടിറ്റി എടുത്തായിരുന്നു നമ്മൾ അരച്ചത്. അപ്പോൾ കുറഞ്ഞ ക്വാണ്ടിറ്റി നമ്മുടെ സോപ്പിന് മതിയായിരുന്നു. അപ്പം ആവാരം പൂവും തുളസി ഇലയും നമ്മുടെ വേപ്പിലയും കൂടിയാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. നന്നായിട്ട് അരച്ചെടുക്കുക. മിക്സിയുടെ ജാറിന് നല്ല മൂർച്ചയുണ്ടെങ്കിൽ ഈ മിക്സിയുടെ ജാറിൽ തന്നെ എല്ലാം നല്ലോണം അരഞ്ഞു കിട്ടും. ഇല്ലെങ്കിൽ ഇച്ചിരി അരയാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അരകല്ലുണ്ടെങ്കിൽ അരകല്ലിൽ അരച്ചെടുക്കുക. കാരണം ആവാരമ്പൂ ഉണങ്ങിയതായതുകൊണ്ടാണ് അരഞ്ഞെടുക്കാൻ അരഞ്ഞു വരാൻ കുറച്ച് ബുദ്ധിമുട്ട് വരിക. അപ്പോൾ അത് ഏകദേശം നമുക്ക് ഇത്രയും അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ അലോവേരയുടെ ലീഫ് കട്ട് ചെയ്തിടുക. അതിലെ പച്ചയൊന്നും ഞാൻ കളഞ്ഞില്ല. സൈഡ് ഭാഗം അരിഞ്ഞു മാറ്റിയിട്ടാണ് നമ്മൾ അങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ അരിഞ്ഞെടുത്തതിന് ശേഷം ഇത് നമുക്ക് എത്ര ഗ്രാം നമുക്ക് എടുക്കണമെന്ന് നോക്കാം. നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുത്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ പാത്രത്തിൻ്റെ വെയിറ്റ് നമ്മൾ ആദ്യം മൈനസ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 219 ഗ്രാം അരച്ച ഇതെടുത്തിട്ടുണ്ട് നമ്മൾ. ജ്യൂസ് എന്ന് പറയാൻ പറ്റത്തില്ല, ആ ഒരു പൾപ്പ്. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഡിസ്റ്റിൽഡ് വാട്ടറാണ്. അപ്പം ഈ ഡിസ്റ്റിൽഡ് വാട്ടർ എടുക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ജ്യൂസ് ഐറ്റംസ് ഒക്കെ അരച്ചൊഴിച്ച് നമ്മൾ നല്ലപോലെ തിളപ്പിച്ചെടുത്തതിന് ശേഷം ഷാമ്പു ആക്കുവാണെങ്കിൽ പെട്ടെന്ന് ചീത്തയാവത്തില്ല. അപ്പോൾ ഏകദേശം നമ്മൾ 219 ആയിരുന്നു നമ്മുടെ ആ ഒരു പൾപ്പ് എടുത്തത്. അതിൻ്റെ കൂടെ ബാക്കി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരുന്നുണ്ട് എത്രത്തോളം നമ്മൾ ഈ വാട്ടർ എടുക്കുന്നുണ്ട് എന്ന്. അരച്ച ആ ഒരു പൾപ്പ് 219 ഗ്രാം ആണ് എടുത്തത്. അതിൻ്റെ കൂടെ നമ്മളൊരു 1090 ഗ്രാം ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ 1 ലിറ്ററും 90 ഗ്രാമും കൂടെ ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു സ്റ്റൗ കത്തിച്ചിട്ട് നമുക്കൊരു പാത്രം വെച്ച് ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എത്ര വെള്ളം എടുത്ത് എത്ര ഇതിട്ട് എന്നുള്ളത് ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് കറക്റ്റ് മെഷർമെൻറ്റ് കാണിച്ചു തന്നത്. ഇപ്പോൾ 1 ലിറ്റർ വെള്ളത്തിനകത്ത് നമ്മൾ ഈ ജ്യൂസും പൾപ്പും എല്ലാം കൂടെ കലർന്ന് വരുമ്പോഴത്തേക്ക് തന്നെ 1,310 വരുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വറ്റി വരണം. തിളച്ച് വറ്റി വന്നതിന് ശേഷം എത്ര ഉണ്ടെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ നമുക്കിതൊന്ന് തിളച്ച് വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് തിളയ്ക്കും തോറും കളറ് മാറി മാറി വരും. നമ്മൾ അരച്ച് വെച്ച സമയത്തുള്ള കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പച്ച കളറാണ്. കാരണം നമ്മുടെ വേപ്പിലയും തുളസിയൊക്കെ പച്ചിലകൾ അരച്ചതാണ്. അപ്പം അത് ഈ തിളച്ച് വേവുന്നതിനനുസരിച്ച് കളർ ചേഞ്ച് ആയി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേറെ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. ഈ ഒരു കളറിൽ തന്നെയാണ് നമ്മൾ ഷാമ്പു തയ്യാറാക്കി മാറ്റി വെക്കുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് ഇത് വെന്ത് കഴിയുമ്പോൾ ഉള്ള കളറും ഷാമ്പു ബേസൊക്കെ ചേർന്ന് കഴിയുമ്പോൾ ഏത് കളറിലേക്കാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പം നമുക്ക് ഏകദേശം ഇങ്ങനെ തിളച്ച് വെള്ളം വറ്റുന്നുണ്ട്. കുറച്ചൊന്ന് പച്ചപ്പൊക്കെ ഒന്ന് മാറി വരണമെന്നുണ്ടെങ്കിൽ നല്ലോണം ഒന്ന് തിളച്ച് വരണം. വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഷോർട്ട് ഇട്ടതിന് ശേഷം കുറേ വൈകിയാണ് ലോങ് വീഡിയോ ഇടുന്നതെങ്കിൽ നമുക്ക് ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഗുണങ്ങളും കൂടെ അറിഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ പറ്റും. ഇപ്പം നമ്മൾ ഈ ഒരു ഷാമ്പു ഉണ്ടാക്കുമ്പോൾ ഇത് ഉണ്ടാക്കിയ അന്ന് തന്നെ സെയിലായി തുടങ്ങിയിട്ടുണ്ട്. കസ്റ്റമർക്കൊക്കെ നല്ല റിസൾട്ടാണ്. താരൻ പോകുന്നതും മുടി ഊരലും ഒക്കെ കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും നല്ല അഭിപ്രായമാണ്. തലയ്ക്കൊക്കെ നല്ല ചൊറിച്ചിലുള്ള ആൾക്കാരുണ്ടായിരുന്നു താരം കൊണ്ട്. അതൊക്കെ മാറി കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒരു ബോട്ടിൽ ഉപയോഗിക്കുമ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് അവർ പറഞ്ഞു തരുന്നുണ്ട്. നല്ല റിസൾട്ടാണ്. എൻ്റെ സ്റ്റാറ്റസ് കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. എൻ്റെ ഓരോ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ റിവ്യൂ കൂടെ കേട്ട് കഴിയുമ്പോഴാണ് നമ്മുടെ പ്രോഡക്റ്റിന് ഓരോ ദിവസവും കൂടും തോറും ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിങ്ങളോട് ഭയങ്കര വെരി താങ്ക്സ് പറയുകയാണ്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ജ്യൂസൊക്കെ ഒന്ന് നമ്മൾ അരച്ച് കലക്കിയ ജ്യൂസൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി ഒന്ന് ഇറക്കി വെക്കാം. അപ്പോൾ നമ്മൾ ആവാരം പൂവിൻ്റെ സോപ്പ് ഉണ്ടാക്കിയതിൻ്റെ ശേഷമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബാലൻസ് ഉള്ള ആ ഒരു പൾപ്പ് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഷാമ്പുവും കൂടെ ഒക്കെ തയ്യാറാക്കിയത്. അപ്പോൾ ഏകദേശം ഈ ഒരു കളർ കണ്ടോ, ഈ ഒരു കളറിലേക്കാണ് ഇതിപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ഈ അരച്ചൊഴിച്ച സമയത്തുള്ള ആ പൾപ്പ് ഈ വെള്ളത്തിലുണ്ട്. അപ്പോൾ നമുക്ക് അതോടെ കൂടി നമുക്ക് ഷാമ്പു ഉണ്ടാക്കണ്ട.
അപ്പോൾ നമുക്കിതിനെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ നേർമയായിട്ടായിരിക്കും നമുക്ക് ആ ഒരു വാട്ടർ കിട്ടുക. ഷാമ്പൂവിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ, അത് തിളപ്പിച്ചെടുത്തതിന് ശേഷമുള്ളത് നല്ല കട്ടി കുറഞ്ഞ് കിട്ടും. കാരണം കട്ടിയുള്ള ആ അരച്ച അരപ്പൊക്കെ നമ്മളങ്ങ് അരിച്ച് മാറ്റുന്നുണ്ട്. 2 പ്രാവശ്യം ഇത് അരിച്ചെടുക്കുന്നുണ്ട്. കാരണം കുറച്ച് നൈസായിട്ട്, എന്ന് വെച്ചാൽ ചെറിയ തരി പോലും ഉണ്ടെങ്കിൽ പോലും അത് പോവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ 2 തരം അരിപ്പയിൽ വെച്ചിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. ചെറിയതായിട്ട് കണ്ട അത്രയെങ്കിലും ബാക്കി വരുന്നുണ്ട്, അത് പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 രീതിയിലും ഇതിനെ അരിച്ചെടുത്തത്. അപ്പോൾ തീരെ തരിയില്ലാത്ത രീതിയിൽ തന്നെ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് എത്ര ഗ്രാം കിട്ടിയെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. മൊത്തം നമുക്ക് എത്ര കിട്ടിയെന്നുള്ളത് നമ്മുടെ മെഷർമെൻറ്റ് കപ്പിനകത്തേക്കൊന്ന് ഒഴിച്ചു നോക്കാം അളന്നിട്ട്. നമുക്കിത് 400 ml 400 ഗ്രാം ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് കപ്പാണ്. ഇതിപ്പോൾ ഒരു 400 ആണ് ഈ ഒരു കപ്പിന് നിറച്ച് ഒഴിച്ചത്. രണ്ടാമത് എടുക്കുന്നതും കറക്റ്റ് ആ ഒരു 400 തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് 2 കപ്പ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ആദ്യം 1 കപ്പ് ഇങ്ങ് മാറ്റുന്നുണ്ട്. 1 കപ്പ് മാറ്റിയിട്ട് നമ്മൾ ബാക്കിയുള്ളതിനകത്തേക്ക് നമുക്ക് എത്ര ഷാമ്പൂ ബേസ് ഒഴിക്കേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. 100 ജ്യൂസ് എടുത്തിട്ട് ബാക്കി ഒരു 300 ഗ്രാമോളം മാറ്റിയിട്ടുണ്ട്. 100 ഗ്രാം മാറ്റി വെച്ചത് നമ്മൾ ആദ്യം നമുക്കിതിനകത്തേക്ക് ഷാമ്പൂ ബേസ് ഒഴിക്കണം. എന്നിട്ട് ആ ഷാമ്പൂ ബേസുമായിട്ട് നോക്കി ഇതിന് എത്ര കട്ടി ഉണ്ടെന്ന് നോക്കിയിട്ട് വേണം. ബാക്കി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം. അപ്പോൾ ഞാൻ എടുക്കുന്ന ഷാമ്പൂ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 500 ഗ്രാം ഷാമ്പൂ ബേസ് എടുത്തിട്ടുണ്ട്. 500 ഗ്രാം ജ്യൂസിനകത്തേക്ക് ഒരു 500 ഗ്രാം ഷാമ്പൂ ബേസ് തന്നെ ഒഴിച്ചിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഷാമ്പൂ ബേസ് ആണ്. അതുകൊണ്ട് നമുക്കിതൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിനെ കട്ടി നോക്കിയിട്ട് കുറച്ചുകൂടെ നേർമ്മിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ജ്യൂസ് ഇതിനകത്തേക്ക് ഒഴിക്കണം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു 300 ഗ്രാം ആ ജ്യൂസ് ഇതിനകത്തേക്ക് എടുത്ത് നമുക്ക് ഒഴിക്കാം. ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. നമ്മൾ എടുത്ത ഷാമ്പൂ ബേസും ആദ്യം എടുത്ത ജ്യൂസും തന്നെ നല്ല തിക്കായിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കതൊന്ന് കുറച്ചും കൂടി ഒന്ന് നേർമ്മിപ്പിക്കണം. അപ്പോൾ നമ്മൾ ആ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ആ 300 ml ജ്യൂസും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കട്ടി കുറഞ്ഞ് വന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. കണ്ടോ? അപ്പോൾ കറക്റ്റ് നമുക്ക് വേണ്ട ഒരു കട്ടിയിലേക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കുകയാണ്. ഇതിനകത്തേക്ക് ഒഴിച്ചു വെച്ചതിന് ശേഷം നമുക്കിനി ചെയ്യേണ്ടത് ഒരു 4 ടീസ്പൂണ് അലോവേര ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളിതിലേക്ക്. നമ്മുടെ മുടിക്കൊക്കെ ഒരു ഷാമ്പു ഇട്ടാലും ഒരു ചെറിയൊരു സ്മൂത്തിങ് കിട്ടാനും കൂടിയാണ് നമ്മൾ ഈ അലോവേര ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 4 സ്പൂണ് അലോവേര ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വേണം നമ്മുടെ ഫ്രാഗ്രൻസ് ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പോൾ ഫ്രാഗ്രൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ആര്യവേപ്പ് ചേർത്തിട്ടുണ്ട്, അല്ല തുളസി ചേർത്തിട്ടുണ്ട്, അതുപോലെ അലോവേര ചേർത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ മെയിൻ ഘടകമായ നമ്മുടെ ആവാരം പൂ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് തുളസിയുടെ ഫ്രാഗ്രൻസ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 10-20 തുള്ളി 25 തുള്ളിയോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഷാമ്പൂ ആയതുകൊണ്ട് നമുക്കൊരു 25 തുള്ളി ആയാലും ഒഴിച്ചു കൊടുക്കുക. കാരണം ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ നല്ലൊരു മണം, തുളസി അരച്ച് ചേർത്തിയപ്പോൾ തന്നെ ഉള്ള മണമുണ്ട്. അത് കൂടാതെ നമ്മുടെ ഫ്രാഗ്രൻസും കൂടെ ഒഴിച്ചപ്പോഴത്തേക്ക് തന്നെ നല്ല മണമാണ്. ഇനി നമുക്കിതൊരു ദിവസം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് ഈ പതയൊക്കെ അടിഞ്ഞ് അത് നോർമലി നാളത്തേക്ക് നമ്മുടെ ബോട്ടിലേക്ക് മാറ്റുമ്പോഴത്തേക്ക് ഇത് വേറൊരു രീതിയിലായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നാളെ എടുത്ത് ഇത് ബോട്ടിലാക്കണം. കണ്ട ഇപ്പോൾ ഏകദേശം നമ്മുടെ പിറ്റേന്നാണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഷാമ്പൂ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നല്ലപോലെ ഒന്ന് ഇളക്കിയപ്പം വന്ന പതയാണിത്. പതയെല്ലാം അടിഞ്ഞ് ഇങ്ങനെ സെറ്റായി നിന്നതായിരുന്നു. ഇത് ഇനിയിപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വീണ്ടും ഒരു ചെറിയൊരു പത പോലെ വന്നു. അത് ഇനി നമ്മൾ ബോട്ടിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ആ ബോട്ടിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആ പതയൊക്കെ അടങ്ങി സെറ്റായിട്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ ഏകദേശം ഇതൊരു 100 ഗ്രാമിൻ്റെ ബോട്ടിലാണ്. അതൊന്ന് ബോട്ടിൽ മാത്രം വെച്ച് നമ്മളത് മൈനസ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു 100 ഗ്രാം വീതം നമ്മുടെ ബോട്ടിലേക്ക് ഒഴിച്ചു വെക്കുന്നുണ്ട്. 100-ൻ്റെയും 200-ൻ്റെയും ബോട്ടിലായിട്ട് നമ്മുടെ ഷാമ്പു കംപ്ലീറ്റ് സെറ്റാക്കി ഒഴിച്ച് മാറ്റിയതിന് ശേഷം നമുക്കിത് അന്ന് തൊട്ട് തന്നെ ഇത് ഉപയോഗിച്ച് തുടങ്ങാം. നമ്മൾ കാരണം തലേ ദിവസമാണ് നമ്മളിതെല്ലാം സെറ്റ് ചെയ്തത്. പിറ്റേന്നത്തേക്കാണ് നമ്മൾ ബോട്ടിലേക്ക് ഒഴിക്കുന്നത്. ആ ബോട്ടിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്ന് തന്നെ യൂസ് ചെയ്ത് തുടങ്ങാം. ഷാമ്പുവും സോപ്പും ഒക്കെ ഉപയോഗിച്ചവരുടെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ ഷാമ്പുവിൻ്റെ റിവ്യൂ കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും ആവാരം പൂവിൻ്റെ പ്രത്യേകതകൾ നമുക്കറിയണമെന്നുണ്ടെങ്കിൽ തീരെ അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യാമെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിലും നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഷാമ്പു ഉണ്ടാക്കുക, ഓർഗാനിക് ആയിട്ടുള്ള ഷാമ്പുകൾ ഉണ്ടാക്കുക, സോപ്പ് ഉണ്ടാക്കുക, ഉപയോഗിച്ച് നോക്കുക. നിങ്ങളുടെയൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യാൻ മറന്നു പോകരുത്. ഈ ഷാമ്പുവിന് നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. സോപ്പിൻ്റെ റിസൾട്ടും ഷാമ്പുവിൻ്റെ റിസൾട്ടും ഒരുപോലെ വന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഒരേ ആൾ തന്നെയാണ് ഷാമ്പുവും സോപ്പും എല്ലാം ഉപയോഗിച്ചത്. അപ്പം വീണ്ടും വീണ്ടും ആൾക്കാർ ഓർഡർ ചെയ്യുന്നുണ്ട്. ഓരോരുത്തരും ഈ ചൂട് കാലത്ത് ഉപയോഗിക്കാൻ പറ്റിയ നമുക്ക് നല്ല അടിപൊളി
സോപ്പും ഷാമ്പുവാണ്. അപ്പോൾ പിന്നെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പം ഓക്കെ, ബൈ, താങ്ക് യു.